മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ആശ്വാസവുമായി CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. മേപ്പാടി ചെമ്പോത്തറയിൽ നടന്ന സംഗമത്തിൽ പങ്കെടുത്ത ബൃന്ദ വയനാടിനോടുള്ള കേന്ദ്ര സമീപനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു. കേന്ദ്രത്തിന്റേത് പൈശാചിക സമീപനമെന്ന് അവർ കുറ്റപ്പെടുത്തി. മുണ്ടക്കൈ ദുരന്തത്തിൽ ഉപ്പയും ഉമ്മയും സഹോദരിയും നഷ്ടമായി ഒറ്റപ്പെട്ടുപോയ 6 വയസ്സുകാരി സിത്താരാത്തുൽ മുൻതഹ മുതൽ ഭർത്താവും 2 മക്കളും നഷ്ടപ്പെടുകയും ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത റെജീന ജോണി ഉൾപ്പെടെയുള്ളവരെ ബൃന്ദ കാരാട്ട് നേരിട്ട് കണ്ടു. സ്നേഹസംഗമത്തിലെത്തിയ ഓരോരുത്തരുടെയും വാക്കുകൾ കേട്ടു. എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ CPIM നേതൃത്വത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന ഉറപ്പു നൽകിയാണ് ബൃന്ദ കാരാട്ട് മടങ്ങിയത്. ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും വിഹിതം അനുവദിച്ച് പുറത്തിറക്കിയ ധനസഹായ പട്ടിക ലജ്ജിപ്പിക്കുന്നതാണെന്ന് ബൃന്ദ കാരാട്ട് പ്രതികരിച്ചു. 45.60 crores. It is shameful. It shows that the worst kind of sectarian politics is determining the central government's allocation for relief work. I would say that only a monster government will bring politics into relief, and therefore we demand the government of Kerala, even with its meager resources, is doing what it can. The government of Kerala has demanded 2,000 crore rupees, and we demand that the central government immediately enhance the relief which is due to Kerala. 2000 കോടിയിലേറെ ആവശ്യമുണ്ടായിട്ടും കേന്ദ്രത്തിന്റെ അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയം കലർത്തി ക്രൂരത കാണിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും ബൃന്ദ കാരാട്ട് പറഞ്ഞു. ഉരുളിൽ നഷ്ടമായെന്ന് കരുതി ദിവസങ്ങൾക്ക് ശേഷം കുടുംബത്തിന് തിരിച്ചു കിട്ടിയ അവ്യക്തിനെയും ബൃന്ദ സന്ദർശിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, CS സുജാത, ജില്ലാ സെക്രട്ടറി P ഗഗാറിൻ, സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്.